ചില വിശ്വാസ സത്യങ്ങൾ. കൊച്ചുമോൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനം. ആഭരണം ഭൂഷണമോ? നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ ബാഹ്യമായുള്ളതല്ല. 1 പത്രോസ് 3:3 ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല പുതിയ സഭകളിൽപ്പെട്ടവരും സ്ത്രീകൾ സ്വർണ്ണാഭരണം ധരിക്കാറില്ല. ഇത് വിശകലനം ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം. എന്നാൽ പഴയ നിയമകാലം മുതലേ സ്ത്രീകൾ സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നതായി കാണുന്നു. അന്നത്തെ അലങ്കാരം മോതിരം, മൂക്കുത്തി, കടകം, കവണി, കാൽത്തള, മേലാട, പട്ടുകച്ച, ചന്ദ്രക്കല എന്നിപ്രകാരം പലതും ആയിരുന്നു. അബ്രഹാം തൻ്റെ പുത്രനായ ഇസഹാക്കിനെ ഭാര്യയെ കൊണ്ടുവരുന്നതിനായി തൻ്റെ വിശ്വസ്ത ഭൃത്യനെ അയക്കുമ്പോൾ 1/2 ശേക്കൽ പൊന്നുകൊണ്ടുള്ള 2 കുണുക്കുകളും 10 ശേക്കൽ തൂക്കമുള്ള 2 സ്വർണ്ണവളകളും കൊടുത്തയക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽക്കാർ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് മിസ്രൈംകാരിൽ നിന്ന് ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ ഇവ കടം ചോദിക്കുന്നതായിട്ടും അപ്രകാരം ആവശ്യപ്പെടുന്നത് തന്നെ ദൈവ കൽപ്പനപ്രകാരവും ആയിരുന്നു. ഈ കാലങ്ങളിൽ അവ ധരിക്കുന്ന പതിവ് ഉണ്ടായിരുന്നുവെന്നും, എന്നാൽ അവ പുതിയ നിയമത്തിൽ പത്രോസ് ഭാര്യമാരോട് ഉപദേശിക്കുമ്പോൾ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുകയാണ് മുഖ്യം, അല്ലാതെ തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെയുള്ള പുറമേയുള്ളതല്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഇവയെല്ലാം ഉപേക്ഷിക്കണമെന്ന് അർത്ഥം ഉണ്ടോ? എന്നാൽ ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷനും ആണെന്നും ക്രിസ്തുവിൻ്റെ തല ദൈവമാണെന്നും നിങ്ങൾ അറിയണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 11:3 പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ സൃഷ്ടിക്കപ്പെട്ടത്. പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിഭയും രൂപവും തേജസ്സുമാകുന്നു. അതിനാലാണ് സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് ബഹുമാനിച്ചത്. അതിനാൽ നമ്മുടെ സ്ത്രീകൾ ആഡംബരമായ സ്വർണവും വില കൂടിയ വസ്ത്രങ്ങളും ധരിച്ച് ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് കുറവ് വരുത്താത്ത ലളിത ജീവിതം ശീലിക്കണമെന്നാണ് ശ്ലീഹ ഇവിടെ ഉദ്ദേശിക്കുന്നത്. തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതുമല്ല അർത്ഥമാക്കേണ്ടത്. ഇപ്രകാരം വചനങ്ങളുടെ വചനം ശരിയായി മനസ്സിലാക്കാത്തവരെ ആണ് ഫണ്ടമെൻ്റലിസ്റ്റ് എന്ന് വേദശാസ്ത്രപ്രകാരം അറിയപ്പെടുന്നത്. പുതിയ നിയമത്തിൽ ഇവ വർജിക്കപ്പെട്ടിട്ടുള്ളതായി പറയുന്നില്ല, പഠിപ്പിക്കുന്നുമില്ല. മറിച്ച് എല്ലാ സ്ത്രീകളും ഭർത്താക്കന്മാരെ എപ്രകാരം സന്തോഷിപ്പിക്കാമോ അപ്രകാരം ചെയ്യണമെന്നും, ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമെന്നും, നിങ്ങളുടെ അജിതേന്ദ്രിയ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കരുതെന്നും പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്നത്. ഭാര്യാഭർത്താക്കന്മാർ പ്രാർത്ഥനാ സമയത്ത് അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുതെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയ്ക്കായി മാത്രമല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എപ്രകാരം സന്തോഷിപ്പിക്കണം എന്നുള്ളത് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. താൻ ഏത് വേഷത്തിൽ കാണുന്നതും ഏത് ആഭരണങ്ങൾ അണിയുന്നതും ഭർത്താവിൻ്റെ ഹിതമനുസരിച്ചായിരിക്കണം. ഇതാണ് ഏത് സ്ത്രീയുടെയും ലക്ഷ്യമായിരിക്കേണ്ടത്. പല സ്ത്രീകളിൽ സൗന്ദര്യം കണ്ടെത്തപ്പെടാതെ ഇരിക്കുവാൻ ഒഴുങ്ങാനാണ് വസ്ത്രവും ധാരണവും നല്ല ആഭരണങ്ങൾ, ആളങ്ങൾ ഇവ സൗന്ദര്യം ആസ്വദിപ്പിക്കാൻ തക്കവണ്ണം ആയിരിക്കണം. അല്ലാത്തപക്ഷം തിയേറ്ററുകളിൽ സിനിമ കഴിഞ്ഞ് വരുന്ന ഭർത്താക്കന്മാർ സിനിമയിൽ കണ്ട സുന്ദരിയായവൾ വളഞ്ഞു പൊളഞ്ഞ് നൃത്തം വെൽക്കുന്നത് ഒക്കെ കണ്ട് തങ്ങളുടെ ഭാര്യമാരുടെ ലൈംഗികമായ ഇടപെടലിനെ സമീപിക്കുമ്പോൾ തങ്ങളുടെ അലസതയും താല്പര്യക്കുറവും പലർക്കും അതൃപ്തി
അവരോട് ഉളവാക്കുന്നു. നല്ല രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് സ്വന്തം സൗന്ദര്യം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാത്തതിൻ്റെ ഫലമല്ലേ പലരും പല സ്ത്രീകളോടും ബന്ധപ്പെടുന്ന പല കഥകളും കേൾക്കാറുണ്ട്. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യത്തിൽ സംതൃപ്തി ഇല്ലാഞ്ഞിട്ടുമല്ലേ. അതിനാൽ സ്ത്രീകൾ തങ്ങളുടെ ശരീര ഭംഗി പോലും കാത്തു സൂക്ഷിക്കുവാനായി ഭക്ഷണക്രമങ്ങളും യോഗാസനങ്ങളിലും ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പുരുഷൻ സ്ത്രീക്കായിട്ടല്ല, സ്ത്രീ പുരുഷനായിട്ടല്ലോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വസുന്ദരിമാർ ലോകത്തിൽ തങ്ങളുടെ സ്വാഭാവിക സൗന്ദര്യത്തിൽ പ്രസിദ്ധരാണ്. ഇംഗ്ലീഷുകാരിയുടെ നിറം, അയർലൻഡുകാരിയുടെ പുഞ്ചിരി, ഫ്രഞ്ചുകാരിയുടെ ശരീര വടിവ്, സ്പാനിഷ്കാരിയുടെ നടത്തം, ഇറ്റലിക്കാരിയുടെ തലമുടി, ഈജിപ്തുകാരിയുടെ കണ്ണുകൾ, ഗ്രീക്കുകാരിയുടെ മൂക്ക്, വിയറ്റ്നാംകാരിയുടെ സ്വരം, ജപ്പാൻകാരിയുടെ ചിരി, അമേരിക്കക്കാരിയുടെ പല്ലുകൾ, അർജൻറ്റീനക്കാരിയുടെ തോളുകൾ, തായ്ലൻഡുകാരിയുടെ കഴുത്ത്, ആസ്ട്രേലിയക്കാരിയുടെ മാറിടങ്ങൾ, സ്വീഡൻകാരിയുടെ കൈകൾ, ചൈനക്കാരിയുടെ പാദങ്ങൾ, സ്കോട്ട്ലൻഡുകാരിയുടെ കാലുകൾ. ഇപ്രകാരം കാഴ്ചയുടെ ചോദനം മതി പുരുഷന് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുവാൻ. സ്ത്രീയുടെ ശരീരവും അവൾ ധരിക്കുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും പുരുഷനെ സ്വാധീനിക്കുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. അതിനാൽ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സൗന്ദര്യത്തിന് ആവശ്യമായ സംഗതികൾ ചെയ്യുന്നത് തെറ്റാണെന്ന് വാദിക്കുന്ന സഭയിലെ സ്ത്രീകളാരും തലമുടി പിന്നാതെ തല മുണ്ടനം ചെയ്യുന്നില്ലല്ലോ. സൗന്ദര്യം മനുഷ്യജീവിതത്തിൻ്റെ പ്രധാന ഘടകം തന്നെ ആകുന്നു. ഡ്രസ് മേക്ക് ഹാഫ് ദ പേഴ്സണാലിറ്റി. താങ്ക് യു.